ഹായ്, ബ്ലൗസ് പാറ്റേൺ കട്ടിങ് പാർട്ട് 1 നമ്മളിന്ന് ബാക്ക് പാർട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പേപ്പർ രണ്ടായി മടക്കിയിടുക, എന്നിട്ട് ഫുൾ ലെങ്ത് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഷോൾഡർ അടയാളപ്പെടുത്തണം. ഷോൾഡറിൻ്റെ നേരെ പകുതി അങ്ങനെ കൊടുക്കാൻ പാടില്ല. എപ്പോഴും ബാക്ക് നെക്ക് ലെങ്ത് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഷോൾഡർ കൊടുക്കേണ്ടത്. ഇവിടെ 8 ആയതുകൊണ്ട് ഒരു 1.5 ഇഞ്ച് നമ്മൾ ഷോൾഡറിൽ നിന്ന് ഷോൾഡറിൻ്റെ പകുതിയിൽ നിന്ന് മൈനസ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ കൊടുക്കുന്നത്. അതിനുശേഷം ആം ഹോൾ അടയാളപ്പെടുത്തുക. ചെസ്റ്റ് റൗണ്ട് കൊടുക്കുക. ചെസ്റ്റ് റൗണ്ടിനെ /4 ചെയ്തതിന് ശേഷം വേണം ചെസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അടയാളപ്പെടുത്തേണ്ടത്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു ഫ്രഞ്ച് കർവ് സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ആം റൗണ്ട് വരയ്ക്കേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് മുകളിൽ ഒരു 1/2 ഇഞ്ച് നമ്മൾ സീം അലവൻസിന് വേണ്ടിയിട്ട് വിടണം. എന്നിട്ട് ഈ ഫ്രഞ്ച് കർവ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ആം റൗണ്ട് വരയ്ക്കാം. ശേഷം നമ്മൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് ആം റൗണ്ട് കിട്ടിയിട്ടുണ്ടോ ഉള്ളത് നമ്മൾ മെഷർ ചെയ്ത് നോക്കണം. എന്നിട്ട് ഷോൾഡർ ടിപ്പാണ്. ഷോൾഡർ ടിപ്പ് എപ്പോഴും നമുക്ക് വേണ്ടുന്നതിൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ച് ആഡ് ചെയ്യണം സീം അലവൻസിന് വേണ്ടിയിട്ട്. നെക്കിലേക്ക് ഒരു 1/4 ഇഞ്ച് വേണം. അതുപോലെ ആം റൗണ്ടിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് വേണം. അത് നമ്മൾ എപ്പോഴും ഷോൾഡർ ടിപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമുക്ക് ബാക്ക് നെക്ക് ലെങ്ത് വരയ്ക്കാം, നെക്ക് വരയ്ക്കാം. അതുപോലെ നമുക്ക് താഴെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് നമുക്ക് പിന്നെ സീം അലവൻസ് വേണം. എന്നിട്ട് നമുക്ക് വേസ്റ്റ് റൗണ്ട് എത്രയാണോ വരുന്നത് അത് അടയാളപ്പെടുത്തുക. അതുപോലെ ആം ഹോളിൻ്റെ അവിടുന്ന് നേരെ താഴത്തേക്ക് വരച്ച് ചേർക്കാം. പിന്നീട് നമുക്ക് ഇതെല്ലാം നേരെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കട്ടിംഗ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ബ്ലൗസ് പാറ്റേൺ കട്ടിങ് ഇത് ബാക്ക് പാർട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പാർട്ട് 2 നമ്മുടെ ഇത് ഫ്രണ്ട് ചെയ്യുന്നതായിട്ട് വരും. ഇത് സീം അലവൻസ് എത്രയാണ് കൊടുക്കേണ്ടതെന്ന് നമ്മളൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഒരിക്കലും നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് സീം അലവൻസോടെ ചേർത്ത് കട്ട് ചെയ്യാൻ പാടില്ല. സീം അലവൻസ് വിട്ടതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഒരു മിസ്റ്റേക്ക് വരുന്ന പാർട്ടാണ് അത്. അപ്പോൾ അത് കാരണം നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മളിത് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് എന്നിട്ട് അതുപോലെ ബാക്കിൽ നമ്മളൊരു ഡാർട്ട് കൊടുക്കുന്നുണ്ട്, വീഡാർട്ട്. അപ്പോൾ അത് ടോട്ടൽ എത്രയാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത് അതിൻ്റെ ഹാഫ് എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് 1/4 ഇഞ്ച് വീതം അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വരച്ച് മേളിലേക്കും ആ ഹാഫ് തന്നെ അടയാളപ്പെടുത്തി നേരെ അത് വരച്ച് ചേർക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.